കുഴിത്തൊളു ദീപ ഹൈസ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. മാധ്യമപ്രവർത്തകനും കലാകാരനുമായ എസ്. സൂര്യലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. 1976-ലാണ് കുഴിത്തൊളുവിൽ ദീപ ഹൈസ്കൂൾ ആരംഭിച്ചത്. സ്കൂളിലെ 10ഓളം ക്ലബ്ബുകളുടെ ഉദ്ഘാടനമാണ് കലാഞ്ജലി 2026 എന്ന പേരിൽ നടന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാധ്യമപ്രവർത്തകനും കലാകാരനുമായ എസ്. സൂര്യലാൽ ഉദ്ഘാടനം ചെയ്തു. കലയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒക്കെ ഒരു കല നിങ്ങൾ അഭ്യസിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പലപ്പോഴും പല കാര്യങ്ങളിലേക്കും ഒക്കെ തെന്നി മാറി പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. കാരണം ഒരു ഹോബിയും ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ പാട്ട് പാടാൻ പോകാതെ, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ പോകാതെ, ഫുട്ബോൾ കളിക്കാൻ പോകാതെ ഒക്കെ നടക്കുന്നവരാണ് പലപ്പോഴും തെറ്റിന്റെ വഴിയിലേക്ക് കടന്നു പോവുക. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് നിങ്ങൾ വായിച്ചു കേട്ടിട്ടുണ്ടോ? ഓപ്പറേഷൻ തൂഫാൻ അല്ലേ? ലഹരിയൊക്കെ പദാർത്ഥങ്ങൾക്കെതിരെയുള്ള വലിയൊരു ക്യാമ്പയിൻ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് തിരുവല്ലയ്ക്കടുത്ത് കഞ്ചാവ് വിൽപ്പനക്കാരനെ പോലീസ് പിടികൂടി. അങ്ങനെ ഈ പോലീസ് പിടികൂടി എങ്ങനെയാണ് ഈ കഞ്ചാവ് കൈമാറ്റം ചെയ്യുന്നത് എന്ന് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത്, സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിയുടെ ബാഗിൽ ഒരു ചെറിയ പുതിക്കഷ്ണം കൊടുത്തുവിടും, ആ കുട്ടിയോട് പറയും സ്കൂളിൻ്റെ അടുത്ത് വരുമ്പോൾ ആൾ മേടിച്ചോളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് ഇത് നടത്തിയിരുന്നതെന്നാണ് അയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയത്. നമ്മളൊക്കെ പലപ്പോഴും കൊച്ചുകുട്ടികളൊക്കെ അറിയാതെ ഇതിൽ പെട്ടുപോവുകയാണ്. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുക. കാരണം ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പുളിമുട്ടായി എന്ന് പറയുന്ന ഒരു മിഠായി ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയോ പുളിമുട്ടായി? അറിയോ? നല്ല ടേസ്റ്റുള്ള ഒരു മിഠായിയാണ് ഈ പുളിമുട്ടായി. എനിക്ക് ഇഷ്ടമുള്ള ഒരു മിഠായി. അപ്പോൾ ഈ പുളിമുട്ടായി സ്കൂളിലേക്ക് ആരെങ്കിലും ഒക്കെ കൂട്ടുകാർ കൊണ്ടുവരുമ്പോൾ നമുക്കൊക്കെ തരും. നമ്മളൊക്കെ കൈമാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറി ഒക്കെ അത് കഴിക്കും. പക്ഷേ കാലം മാറി. പുളിമുട്ടായിക്ക് പകരം ഇന്ന് പലപ്പോഴും MDMA ഇങ്ങനെ ചെറിയ പൊടിയുടെ രൂപത്തിൽ, വെള്ളപ്പൊടിയുടെ രൂപത്തിലും കല്ലിൻ്റെ രൂപത്തിലും ഒക്കെ ചെറിയ എന്തെങ്കിലും അതൊക്കെ പദാർത്ഥങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് തരും. നമ്മൾ രുചിച്ചു നോക്കും, പിറ്റേ ദിവസവും നമുക്ക് തരും, പിന്നീട് നമ്മൾ അത് ആവശ്യപ്പെട്ട് പുറകെ പോകും. അത്തരത്തിൽ നമ്മളെ അറിയാതെ ലഹരിയിലേക്ക് പെടുത്തുന്ന ഒരു വലിയ ചതിക്കുഴി നമുക്ക് മുമ്പിൽ എങ്ങനെ മറഞ്ഞിരിപ്പുണ്ട്. അത്തരമൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. അവിടെയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ക്ലബ്ബുകളുടെ പ്രസക്തി എന്ന് പറയുക. എന്തെങ്കിലുമൊക്കെ കല അഭ്യസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ഇവിടെ സ്റ്റേജിൽ ഇപ്പോൾ മനോഹരമായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുക. അപ്പോൾ നിങ്ങളും എന്തെങ്കിലുമൊക്കെ അവതരിപ്പിക്കണം. പലപ്പോഴും നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമ്മൾ നെഗറ്റീവ് എടുത്ത് കളഞ്ഞിട്ട് പോസിറ്റീവ് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പോകാനായിട്ട് കഴിയും. അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. കാരണം ഞാനൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് നാടകം അഭിനയിക്കാനായിട്ട് തുടങ്ങുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടകം അഭിനയിച്ചു. ഇപ്പോഴും നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടുക്കിയുടെ കഥ പറയുന്ന തോറ്റവരുടെ യുദ്ധങ്ങൾ എന്ന് പറയുന്ന ഒരു നാടകം, കുടിയേറ്റത്തിൻ്റെയും കുടിയിറക്കിൻ്റെയും ഒക്കെ കഥ പറയുന്ന നാടകം. അങ്ങനെ നാടകങ്ങൾ അഭിനയിച്ചുകൊണ്ടേയിരിക്കുക. സ്റ്റേജിൽ കയറാൻ ഇപ്പോഴും വല്ലാത്തൊരു താല്പര്യമാണ്. ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ നമ്മുടെ സ്റ്റേജിലേക്ക് കയറുമ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ പലപ്പോഴും സ്കൂൾ മാനേജർ ഫാദർ തോമസ് കപ്യാങ്കൽ അധ്യക്ഷത വഹിച്ചു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിവുകളുണ്ട്. ചിലർക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റും, അവർ നല്ല പഠിപ്പികളായി നമ്മളവരെ വിളിക്കും, പഠിപ്പിച്ചിട്ട് നമ്മളവരെ അല്പം കളിയാക്കിയൊക്കെ വിളിക്കും. അവരങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകും. സ്പോർട്സിൽ നല്ല സ്കിൽസ് ഉള്ള പിള്ളേരാണ്, അവർ നല്ലപോലെ കളിച്ച് മുന്നോട്ട് പോകും. അവസരങ്ങൾ കിട്ടിയാൽ അഭിനയിക്കാൻ കഴിവുള്ളവർ, പാടാൻ കഴിവുള്ളവർ, പ്രസംഗിക്കാൻ കഴിവുള്ളവർ, ഇതെങ്കിലും തമ്മിലുള്ള സംഗീതാവിഷ്കാരം നമ്മൾ കാണുന്നത് എത്ര ഭംഗിയായിട്ടാണ് കുട്ടികൾ
സമഭാവത്തോടുകൂടി നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കാണുന്നില്ല എന്നുള്ളതിൻ്റെയൊക്കെ അർത്ഥം വിവിധങ്ങളായ ക്ലബ്ബുകൾ നമ്മുടെ കഴിവുകളെ വളർത്താനുള്ള അവസരങ്ങളായിട്ട് മാറുകയാണ്. ഒരു നേച്ചർ ക്ലബ്ബ് പ്രകൃതിയെ സ്നേഹിക്കാനും പ്രകൃതിയോട് ചേർന്ന് പോകാനും ഒക്കെ നമ്മളെ പരിശീലിപ്പിക്കുമ്പോൾ, ഒരു ആർട്സ് ക്ലബ്ബ് ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഇന്നേറ്റ് ആയിട്ടുള്ള കഴിവുകളെയൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കുവാനും പ്രകടിപ്പിക്കുവാനും, ഒരു സംഗീതത്തിൽ അഭിരുചിയുള്ള കുട്ടിയെ, പ്രസംഗത്തിൽ അഭിരുചിയുള്ള കുട്ടിയെ, ഒരുപക്ഷെ ക്വിസ് കാര്യങ്ങളിലൊക്കെ ജനറൽ നോളജിലൊക്കെ താല്പര്യമുള്ള കുട്ടികളെ ആ വഴിക്കൊക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്തിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ക്ലബ്ബുകളുടെ പ്രവർത്തനം. അതുകൊണ്ട് ക്ലബ്ബുകളെ നിസ്സാരമായിട്ട് കാണരുത്. നിങ്ങളുടെ ഉള്ള കഴിവുകൾക്ക് ചേക്കാറുകൾ നല്ല ചില്ലം കണ്ടുപിടിക്കുക എന്ന മഹത്തായ ഉത്തരവാദിത്വമാണ് ഈ ക്ലബ്ബുകൾ ഈ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ നിങ്ങളുടെ അന്വേഷണമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനുള്ള അവസരങ്ങളെ നിങ്ങൾ ബോധവും ഉപയോഗപ്പെടുത്തണം. പല സ്കൂളുകളിലും ക്ലബിന്റെ ഇനാഗുറേഷൻ ഈ ഒരു ഉദ്ഘാടനത്തോടുകൂടിയാണ് വൈൻഡപ്പ് ചെയ്ത് മാറുകയാണ്. ക്യാപ്റ്റൻസിനെ കണ്ടുപിടിച്ചു, ടീച്ചേഴ്സ് ഇൻചാർജ് ഉണ്ട്, കുട്ടികളെ കളിച്ചുകൊണ്ട് മീറ്റിംഗ് ഒക്കെ കൂടി ഇന്നത്തോടുകൂടി ആ ക്ലബിന് ചരമഗീതമായി നിർത്തുവാണ്. അങ്ങനെയാകരുത്. എല്ലാ മാസത്തിലും എല്ലാ ക്ലബുകൾക്കും ഓരോ ആക്ടിവിറ്റി ചെയ്യാൻ, ഒരു ആക്ടിവിറ്റി എങ്കിലും ചെയ്യാനുണ്ടാവും. ഒരു ആക്ടിവിറ്റി, ഒത്തിരി ഒന്നും വേണ്ട. ഒരൊറ്റ 5-6 ടീച്ചേഴ്സിനെ പ്രത്യേകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സ്കൂൾ ഇവാലുവേഷൻ ഒക്കെ ആയിട്ട് ഞങ്ങൾ പോകുമ്പോൾ കാണുന്ന കാഴ്ച, ഈ സ്കൂളിന്റെ ഇനാഗുറേഷൻ വളരെ കളർഫുള്ളാണ്. അതിനുശേഷം ഈ കുഞ്ഞുങ്ങൾ മറന്നുപോയി, നമ്മൾ ഏത് ക്ലബിലാണുള്ളത് പോലെ മറന്നു പോകുന്ന തരത്തിൽ വിവിധങ്ങളായ സ്കൂളുകളിൽ ക്ലബുകൾ നിർജീവങ്ങളായി പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ ക്ലബുകളുടെ പ്രവർത്തനം എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ഉള്ളിലുള്ള സ്കിൽസിനെ ഒന്ന് പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല വേദിയാണ്. ഹെഡ്മിസ്ട്രസ് റാണി ജോർജ്, PTA പ്രസിഡന്റ് ഷിജു ജോസഫ്, PTA വൈസ് പ്രസിഡന്റ് പ്രദീപ് TM, MPTA പ്രസിഡന്റ് സരിത വിനോദ്, സ്റ്റാഫ് സെക്രട്ടറി ഷാലി ജേക്കബ്, ജസ്റ്റിൻ ജോസ്, ലിയോന ലിജോ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിങ്കിരി 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 പട്ടാളം. ഇത് നമ്മുടെ നിർഗുണം ചേട്ടനല്ലേ? നിർഗുണം ചേട്ടാ, നിർഗുണം ചേട്ടോ, ചേട്ടോ
ചേടാ ഇയാൾ തന്നെ മിണ്ടാത്ത ചേട്ടോ ചേട്ടോ യോ ഇനി ചത്തു കുത്തിയിരിക്കുന്നത് വല്ലതും ആണോ ദൈവമേ യോ ചേട്ടാ അയ്യോ പേടിപ്പിച്ച് കളഞ്ഞിടാണോ നോത്തെ എന്നെ കോപ്പിലെ പരിപാടി കാണിച്ച് ചേട്ടൻ എന്നെ കാണിക്കുമായിരുന്നു വിളിച്ചിട്ടാണെങ്കിൽ കേട്ടതുമില്ല കണ്ണെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിമ്മിയാല് മീനെ കിട്ടിയാല എന്നിട്ട് ചേട്ടൻ ഒരു കണഞ്ഞോനെങ്കിലും കിട്ടിയോ എന്റെ പൊന്നു നിർഗുണം ചേട്ടാ നിങ്ങൾ ഈ വെയിലും കൊണ്ട് ഇവിടെ നട്ടുകുത്തിയിരിക്കുന്നത് പോലെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾ ആ ഹൈറേഞ്ച് വിലാസിലോട്ട് ചെല്ലു അവിടെയാണെങ്കിൽ രാവിലെ വള്ളക്കാരുടെ നിന്ന് മേടിക്കുന്ന മീനെ ഉച്ചയ്ക്ക് തീമേശല പിന്നെ കിടിലം വൈബും എന്നാ വാടാ നോത്തെ നമുക്ക് ഹൈറേഞ്ച് വില്ലാസിലേക്ക് പോകാം